നമസ്കാരം. 20-ൽ എത്ര ഈ പരിപാടി ഇന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുന്നു. ഇടുക്കിയുടെ MP P.T. തോമസിന്റെ പ്രവർത്തനമാണ് ഇന്ന് വിലയിരുത്തുന്നത്. കേരളത്തിന്റെ 20 ലോക്സഭാംഗങ്ങളിൽ നിന്ന് മികച്ച 5 പേരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടിയിൽ കഴിഞ്ഞ 5 വർഷവും നമ്മുടെ MP-മാർ സഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിച്ചത് എങ്ങനെയെന്നാണ് വിശദമായി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് അവരുടെ വോട്ടുകൾ നിശ്ചിത ഫോർമാറ്റിൽ അറിയിക്കാനുള്ള അവസരവുമുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ D. ബാബു പോൾ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ, കേരള സർവകലാശാല പൊളിറ്റിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ J. പ്രഭാഷ് എന്നിവരടങ്ങുന്ന പാനലിന്റെ കൂടി അഭിപ്രായം ക്രോഡീകരിച്ചാണ് 15ാം ലോക്സഭയിലെ കേരളത്തിന്റെ മികച്ച 5 MP-മാരെ കണ്ടെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇടുക്കിയിലെ P.J. ജോസഫിനെ 2 തവണ തൊടുപുഴയിൽ തോൽപ്പിച്ച P.T. തോമസ് P.J. ജോസഫിന്റെ ഉറ്റ അനുയായി ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിച്ചാണ് ആദ്യമായി ലോക്സഭയിലെത്തിയത്. ഈ മലയോര മണ്ഡലമായ ഇടുക്കിയുടെ രാഷ്ട്രീയ സ്വഭാവം മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമാണ്. രാഷ്ട്രീയവും സാമൂഹികവുമായ ഏത് കാലിക സംഭവങ്ങളിലും ഈ സ്വഭാവം പ്രകടവുമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടായാലും കസ്തൂരിരംഗൻ കമ്മിറ്റി ആയാലും ഈ മണ്ഡലത്തിന്റെ നിലപാട് വ്യക്തം. ഇടുക്കി MP 5 വർഷം സഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കാം. 2 തവണയായി നഷ്ടപ്പെട്ട ഇടുക്കി പാർലമെന്റ് മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കും. എന്റെ കോലം കത്തിക്കുന്നു, ശവഘോഷയാത്ര നടത്തുന്നു. ഇടുക്കി ബിഷപ്പ് എന്റെ ശവഘോഷയാത്ര ആഘോഷിക്കും. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഈ സമരാഭാസം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനും മലയോര കർഷകരുടെ എക്കാലത്തെയും സ്വപ്നമായ പട്ടയം ലഭ്യമാകാതിരിക്കുന്നതിന് വേദിയൊരുക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പാർലമെന്ററി രംഗത്തേക്കാൾ പാർട്ടി പ്രവർത്തനത്തിലുള്ള പരിചയം മികവുമായാണ് P.T. തോമസ് ലോക്സഭയിലെത്തിയത്. കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിൽ P.T. തോമസ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ്, ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. അവിടെ ഇതിനു മുൻപ് അദ്ദേഹം ഇടുക്കിയിൽ തന്നെയുള്ള തൊടുപുഴയിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിയമസഭയിലേക്ക്. P.T. തോമസ് മത്സരിച്ചത് LDF-ൽ അന്നുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജുമായാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. P.T. തോമസ് കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജിനെ 74,796 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 74,796 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് P.T. തോമസ് കഴിഞ്ഞ തവണ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇടുക്കി മണ്ഡലം LDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു P.T. തോമസ്. ഇങ്ങനെ ജയിച്ച P.T. തോമസ് സഭയിൽ എന്തു തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്? ലോക്സഭയിലെ MP-യുടെ ഹാജർ, പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണം, ഉന്നയിച്ച ചോദ്യങ്ങൾ, സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ എന്നിവയുടെ കണക്കുകളാണ് MP-യുടെ സഭ എന്ന മാനദണ്ഡത്തിൽ പരിഗണിക്കുന്നത്. P.T. തോമസ് ലോക്സഭയിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച P.T. തോമസ് ലോക്സഭയിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഹാജർ 95%, ചർച്ചകളിൽ പങ്കെടുത്തത് 127 എണ്ണത്തിൽ, 479 ചോദ്യങ്ങളും P.T. തോമസ് ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. നിയമസഭയിൽ അതുപോലെ തന്നെയുള്ള ഒരു മികച്ച പ്രകടനം അദ്ദേഹം, ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ ഒരു പ്രകടനം അദ്ദേഹം ലോക്സഭയിലും കാഴ്ചവെച്ചു എന്നാണ്. ഏതായാലും P.T. തോമസ് സഭയിലെ സ്വന്തം പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? രാഷ്ട്രീയ എതിരാളികൾ സഭയിലെ P.T. തോമസിനെ എങ്ങനെ കാണുന്നു? P.T. തോമസും MM മണിയും സംസാരിക്കുന്നു. പാർലമെന്റിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ 100% സംതൃപ്തനാണ്. കാർഷിക വിലസരിത ഫണ്ട് സംബന്ധിച്ച്, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭൂമി കൈയേറ്റം സംബന്ധിച്ച്, അതുപോലെ തന്നെ കൊച്ചി പോർട്ട് അടക്കമുള്ള നമ്മുടെ പോർട്ടുകളെ ബാധിക്കുന്ന കബാട്ടോഷ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച്, നബാർഡിൻ്റെ റീജിയണൽ ഓഫീസുകൾ രാജ്യവ്യാപകമായി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട്, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, വിദ്യാഭ്യാസ ലോൺ സംബന്ധിച്ച്, ക്ഷീരകർഷകരുടെ പ്രശ്നം സംബന്ധിച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം സംബന്ധിച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരുപിടി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 9 സ്വകാര്യ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു സ്വകാര്യ ബില്ല് കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗിക ബില്ലായി അംഗീകരിച്ചു എന്നുള്ളത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ
ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെമ്പറുടെ ബില്ല് ഔദ്യോഗിക ബില്ലായി അംഗീകരിച്ചതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ക്രെഡിറ്റ് കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അയാൾ ഒരിക്കലും ഒരു ജനാധിപത്യവാദിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അയാളൊരു ജനാധിപത്യവാദിയല്ല, അല്ല, ഒരു നികൃഷ്ട ജീവിയാണ്. അയാൾക്ക് മറ്റുള്ളവൻ്റെ വികാരവിചാരമോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനമോ സ്വാതന്ത്ര്യമോ ഒന്നും അംഗീകരിക്കാത്ത ആളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്രയും തികഞ്ഞ പരാജയപ്പെട്ട ഒരാൾ ഇടുക്കിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് അയാളെ സംബന്ധിച്ച് എൻ്റെ വിലയിരുത്തൽ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ ഇന്ത്യയിലെ 20 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പാർലമെൻറ്റിൽ ഉന്നയിക്കാനും അത് പ്രധാനമന്ത്രി അംഗീകരിക്കുകയും അതിൻ്റെ 4 പുസ്തകങ്ങൾ കന്നഡ, തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ് 4 പുസ്തകങ്ങൾ ഇതിനകം പുറത്തു വരികയും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ പാർലമെൻറ്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണത്. ഞാൻ ചോദിക്കട്ടെ, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചില്ലേ? മഹാഭൂരിപക്ഷം കാലത്ത് നെഹ്റു അടക്കം കോൺഗ്രസിൻ്റെ ഭരണമല്ലായിരുന്നു. മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സന്ദേശം എന്നേ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അവർ കൊണ്ടുവരേണ്ടത് ബാധ്യതയുള്ളവരാ. മനസ്സിലായില്ലേ? അവർ കൊണ്ടുവന്നില്ല. ഈ 66 വർഷം കഴിഞ്ഞപ്പം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്രയും നന്നായി. ഞാൻ MP അയച്ചെന്ന ആദ്യ ദിവസം, പാർലമെൻറ്റിൻ്റെ ആദ്യ ദിവസം, പാർലമെൻറ്റ് 35 മിനിറ്റോളം പാർലമെൻറ്റ് സ്തംഭിച്ചത് ഞാൻ മുല്ലപ്പെരിയാർ പ്രശ്നം അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത്രമാത്രം വലിയൊരു പ്രാധാന്യം കൊടുക്കാനും ആ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ PT തോമസ് എടുത്ത നിലപാടാണ് രാഷ്ട്രീയമായി MP-യെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. വോട്ട് രാഷ്ട്രീയത്തിന് വഴങ്ങാതെയായിരുന്നു PT തോമസ് ധീരമായ നിലപാടെടുത്തത്. എൻ്റെ കോലം കത്തിക്കുന്നു, ശവഘോഷയാത്ര നടത്തുന്നു. ഇടുക്കി ബിഷപ്പ് എൻ്റെ ശവഘോഷയാത്ര ആഘോഷിക്കും. ജനാധിപത്യ വിരുദ്ധമായി ഇവിടെ ഒരു ചർച്ചയോ ഒരു ആശയവിനിമയമോ എന്നും നടത്താതെ ഈ റിപ്പോർട്ട് കൊണ്ടുവരികയും ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും പ്രതിഷേധം ഉയർന്നു വന്നപ്പം എങ്ങനെ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാം എന്ന് പരിശോധിക്കാനാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ നിയോഗിച്ചത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതും ഇവിടെ ജനദ്രോഹവും ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും. അതാണ് അതിനകത്ത്. പിന്നെ PT തോമസ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കർഷകരെ വിശ്വാസത്തിലെടുത്തും കർഷക താല്പര്യം സംരക്ഷിച്ചും അവർക്ക് ഹാനികരമല്ലാത്ത രീതിയിലും പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടാണ് അന്നും ഇന്നും എനിക്കുള്ളത്. പക്ഷെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ ഞാൻ കട്ടപ്പനയിൽ അത് സംബന്ധിച്ച് ചർച്ച വെച്ചു. പത്രത്തിലൊക്കെ കൊടുത്താണ് 500ഓളം ആളുകൾ പങ്കെടുത്തു, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം. ഈ ചർച്ച അട്ടിമറിക്കാൻ ബോധപൂർവമായൊരു ശ്രമം നടന്നു. അതിനെ തുടർന്ന് എനിക്കെതിരെ നടക്കുന്നൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഈ കാണുന്ന സമര കോലാഹലങ്ങളൊക്കെ. അങ്ങേരെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളല്ലേ യഥാർത്ഥത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലെ മഹാഭൂരിപക്ഷം ആളുകൾ. കത്തോലിക്ക സഭ, ഈ ബിഷപ്പന്മാർ, ബഹുമാനപ്പെട്ട ബിഷപ്പന്മാർ, അച്ഛന്മാർ, അവരെല്ലാം അവരുടെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ പുള്ളി. മനസ്സിലായില്ലേ? കേസ് കൊടുക്കും, അതെ ഇതെന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി ഏർപ്പാടല്ലേ. എനിക്ക് ഏതെങ്കിലും പരിചയക്കാരുണ്ട്, ഞാൻ ആരുടെയും സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സൊക്കെ എൻ്റേതാണെന്ന് പറയുക. എനിക്ക് ഒരു അഭിമന്യ വൈദികൻ പോലും ഫേസ്ബുക്കിലിട്ടു, എനിക്ക് തേനിയിൽ ഇൻ്റർനാഷണൽ ഹോട്ടൽ ഉണ്ട്. നിങ്ങളൊരു മാധ്യമപ്രവർത്തനാണല്ലോ, തേനി ഇൻ്റർനാഷണൽ ഹോട്ടൽ ആരുടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് ആ സത്യം ഒന്ന് പുറത്തുവിടണ്ടേ? അതുപോലെ തന്നെ ഏതോ പരിശോധന നടത്തിയപ്പോഴും കണ്ട് കസ്തൂരി രംഗനെല്ലാം കണ്ട് വാഗവൺ വില്ലേജ് ഇല്ലാതെ പോയി. വാഗവൺ വില്ലേജ് PT തോമസിന് എസ്റ്റേറ്റ് ഉള്ളതായിട്ടാണ് പാറപട. എത്ര മ്ലേച്ഛകരമായ പ്രചരണം അവർ നടത്തുന്നത്. ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ എന്നോട് ശുദ്ധ അനീതിയാണ് ഇക്കൂട്ടർ കാണിച്ചിട്ടുള്ളത്. അതിന് അവർക്ക് കാലം മറുപടി നൽകിക്കൊള്ളൂ. MP ഒരു തികഞ്ഞ പരാജയമാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം അങ്ങേരെ ഇവിടുത്തെ ജനങ്ങളെ ഏത് കക്ഷിയുമാവട്ടെ സഹകരിപ്പിച്ച് പോകുന്ന ഒരു മെതേഡൊന്നും അങ്ങേർക്കില്ല. ഞാൻ പലപ്പോഴും ആവർത്തിച്ചു വന്നു, ഒരു കൃഷിക്കാരന് 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെടുന്നതോ ഒരു കൃഷിക്കാരനെ കുടിയിറക്കുന്നതോ കർഷകൻ ഇന്നലെ വരെ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ പറ്റാത്തതെന്ന ഏത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ ആത്മഹൂതിക്ക് തയ്യാറാണ് MP എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ PT തോമസ് എടുത്ത നിലപാട് അദ്ദേഹത്തിന് ഗുണമായോ അതോ ദോഷമായോ? ഏതായാലും ഇടുക്കിയിലെ പ്രതിനിധി അരുൺ സിംഗിനോട് തന്നെ ചോദിക്കാം. അരുൺ സിംഗ്,
കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പി.ടി. തോമസ് എടുത്ത നിലപാടിനെ പലരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അത്തരത്തിലുള്ളൊരു നിലപാട് പി.ടി. തോമസിന് ഇടുക്കിയിൽ ഗുണമാണോ ഉണ്ടാക്കിയത് അതോ ദോഷമാണോ ഉണ്ടാക്കിയത്? രാജീവ്, ഇടുക്കിയിൽ പി.ടി. തോമസ് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അദ്ദേഹം എടുത്ത നിലപാട് തന്നെ ആയിരിക്കും എന്നാണ് നിലവിലെ അവസ്ഥയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം റിപ്പോർട്ടിനെതിരെ ശക്തമായ ഒരു ജനവികാരം, ഒപ്പം തന്നെ അതിശക്തമായ ആശങ്ക ഏതാണ്ട് മാസങ്ങളായി തന്നെ ഇടുക്കിയിൽ നിലനിൽക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ മാത്രമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കിടയിൽ മാത്രമോ അല്ല, ഈ ജില്ലയിലുള്ള കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന സാധാരണക്കാർക്കിടയിൽ പോലും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്, അത് വസ്തുതയുമാണ്. എന്നാൽ MP ഈ ഘട്ടങ്ങളിലെല്ലാം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടും അത്തരം ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഒരു വിഭാഗം ജനങ്ങൾ ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നേട്ടത്തിന് വേണ്ടി കെട്ടിച്ചമച്ച ആശങ്ക മാത്രമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇത്തരമൊരു മണ്ഡലത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായ ആത്മഹത്യ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു നിലപാട് പി.ടി. തോമസ് എന്തുകൊണ്ടായിരിക്കാം എടുത്തത്? അദ്ദേഹത്തിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നാണ് അരുൺ സിംഗിന് തോന്നുന്നത്? പി.ടി. തോമസിന്റെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് ഇടുക്കി രൂപതയിൽ നിന്ന് വലിയ പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കണക്കുകൾ നിർത്തി വാദിക്കുന്നു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇടുക്കി രൂപത ഈ വിഷയത്തിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി രംഗത്തെത്തിയിരുന്നു. അത്തരം ഒരു വോട്ട് ചിതറിപ്പോകാനുള്ള ഒരു സാധ്യത പി.ടി. തോമസ് മുൻകൂട്ടി കാണുകയും ഒപ്പം മറ്റൊരു ഭാഗത്ത് വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അത് ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നടത്തിയ സമരങ്ങൾക്കെതിരെ SNDP നേതൃത്വം പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കിയിലെത്തിയ വെള്ളാപ്പള്ളി നടേശൻ തന്നെ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആ സമരത്തെ വിമർശിക്കുകയും പി.ടി. തോമസിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇടുക്കിയിലെത്തിയ NSS ജനറൽ സെക്രട്ടറിയും ഇത്തരമൊരു വിഷയത്തിൽ വലിയ ശക്തമായ പി.ടി. തോമസിനെതിരെയോ അല്ലെങ്കിൽ റിപ്പോർട്ടിനെതിരെയോ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഏതായാലും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പി.ടി. തോമസ് എടുത്ത നിലപാടിന് പിന്നിൽ രാഷ്ട്രീയത്തിനപ്പുറം ജാതി മത പരിഗണനകൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, ഞാൻ വീണ്ടും ഇടുക്കി മത്സരിക്കും. അതല്ലെങ്കിൽ പാർട്ടി പറയണം. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എന്നിട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടാൽ ഇടുക്കി തന്നെ മത്സരിക്കും. പണ്ട് മുതൽ നമ്മുടെ ഗതികേട് ഇതാ, വോട്ട് പിടിക്കാൻ വരും, വോട്ടും പിടിച്ച് പുള്ളി പോവും. അവിടെ ഇപ്പോൾ സ്ഥിരം വീടും ഏർപ്പാടും എല്ലാമായി. പുള്ളി അങ്ങനെ സുഖമായി എറണാകുളത്ത് കൂടുക, ഇവിടെ നമ്മളെ നയിക്കാൻ വരും, എന്നിട്ട് നമുക്കിട്ട് പാര പണിയില്ല. ഏതായാലും ഇടുക്കിക്കാരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ പി.ടി. തോമസിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. പി.ടി. തോമസ് ഇടുക്കിക്കാരോട് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെ പറഞ്ഞു, പറഞ്ഞതിൽ എന്തൊക്കെ ചെയ്തു? പരിശോധിക്കാം MP-യുടെ വാഗ്ദാനങ്ങൾ. യഥാർത്ഥത്തിൽ എൻ്റേതായ ഒരു പ്രകടന പത്രിക ഞാൻ മുന്നോട്ട് വെച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ പ്രകടന പത്രമുണ്ട്, ഉദാഹരണത്തിന് തൊഴിലുറപ്പ്. അതിന് വേണ്ടി ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും യോഗം വിളിച്ചു കൂട്ടുകയും അതിൻ്റെ വിലയിരുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ ഓരോ വർഷവും ശരാശരി 100 കോടിയിലധികം രൂപ, ഏകദേശം 100 കോടി രൂപ തൊഴിലുറപ്പിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MP ഇങ്ങേരല്ലേലും ഇവിടെ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനമൊക്കെ വരുന്ന പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, ഞങ്ങൾ എത്രയോ പരിപാടികൾ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉള്ളപ്പം. റോഡുകൾ, പിന്നെ പാലങ്ങൾ, ഒരുപിടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായി. ഇടുക്കിയിലെ ഗതാഗത കാര്യങ്ങളെ പറ്റിയാണ് പൊതുവായി ഞാൻ സംസാരിച്ചിടത്തൊക്കെ പറഞ്ഞിരുന്നു. അതിൽ MP ഫണ്ട് നല്ല നിലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. 2 നബാർഡിൻ്റെ ഒരു വലിയ ഒരു നേട്ടം, നബാർഡിൻ്റെ ഏകദേശം റോഡുകൾക്ക് വേണ്ടി മാത്രം ഏകദേശം 50 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കരിമ്പൻ പാലം, അത് സംസ്ഥാന ഗവൺമെൻറ് വിഹിതം എന്ന് പറയുന്നത് 15%, 20% താഴെയുള്ളൂ. ഇവിടെ ഞാൻ പറയാം, ഇടതുപക്ഷത്തിൻ്റെ MP-മാർ MLA-മാരുള്ളിടത്ത് ഉടുമ്പൻചോലയിലും മറ്റുമൊക്കെ MLA ഇടപെട്ട് കൊണ്ടിരുന്ന റോഡും ഏർപ്പാടും എല്ലാം പുള്ളി യൂത്ത് കോൺഗ്രസ്സുകാരെയും പ്രാദേശിക നേതാക്കന്മാരെ വെച്ച് MP-യുടെ പടവും വെച്ച് MP-ക്ക് അഭിവാദ്യം, റോഡ് അനുവദിച്ചു, അതനുവദിച്ചു, ഇതനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിടുക. മനസ്സിലായില്ലേ? വെല്ലോനും ചെയ്തേനെ. ആരാൻ്റെ പന്തലി വാ എൻ്റെ വിളമ്പ് കാണാൻ എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞതുപോലെയാണ് പി.ടി. തോമസിൻ്റെ പ്രവർത്തനമാകാം. പിന്നെ ഏകദേശം 76 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ സ്കീം, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. നേരത്തെ കൊണ്ടുവന്നത് 76 കോടി രൂപയോളം രൂപയുടെ വാട്ടർ സപ്ലൈ സ്കീം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിലാണ് നമ്മുടെ PJ ജോസഫ് ചെയ്തു. പിന്നെ അവർ UDF ആണ്, മുന്നണിയാണ്. അതിൻ്റെ മുന്നേ കയറി അങ്ങേര് നിൽക്കും. റോഷി അഗസ്റ്റിൻ, അത് UDF ആണ്. പുള്ളി എന്തെങ്കിലും ചെയ്ത് അതിൻ്റെയും മുന്നേ കയറി ഇങ്ങേര് നിൽക്കും.
ഞാനും മുതലമ്മാവനും കൂടി പണ്ടാരണ്ട് പറഞ്ഞ പോലെയാ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു സ്വഭാവമാണ് MP എന്ന നിലയിൽ ശ്രീ PT തോമസിൻ്റേതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ MP ഞാനാണ്. അതുവഴി ജനങ്ങളുടെ ഒരുപിടി പ്രശ്നങ്ങൾക്ക്, അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല, സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ജനസമ്പർക്ക പരിപാടി ആ ഏരിയയിലെ ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരമാണ്. എന്നാൽ എല്ലാ കാര്യവും പരിഹരിച്ചു എന്നുള്ളൊരു അവകാശം അതിനെ സംബന്ധിച്ച്. രാഷ്ട്രീയത്തെക്കാൾ വികസന പ്രശ്നങ്ങളാണ് ഇടുക്കി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമായി ഉയർന്നു വരിക. MPയെയും MLAമാരെയും വികസനത്തിന്റെ പ്രതിനിധികളായി കാണുന്ന ഇടുക്കിയിൽ PT തോമസ് എന്തു ചെയ്തു എന്ന് നോക്കാം. MPയുടെ മണ്ഡലത്തിൽ MP ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ നോക്കാം. ഈ 5 വർഷത്തിനിടെ PT തോമസ് ആവശ്യപ്പെട്ടത് 25.87 കോടി രൂപ. ഈ 25.87 കോടി രൂപയിൽ അനുവദിച്ച് കിട്ടിയത് പക്ഷേ 18.08 കോടി രൂപ മാത്രമാണ്. അതിൽ തന്നെ PT തോമസിന് അനുവദിച്ച് കയ്യിൽ കിട്ടിയത് ലഭിച്ചത് 15.34 കോടി രൂപ. ഇതിൽ അദ്ദേഹം 99% ചെലവഴിച്ചിരിക്കുന്നു. ഇതും PT തോമസിനെ സംബന്ധിച്ചിടത്തോളം MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. 99% അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുരുമുളക് കൃഷി പുനരുദ്ധാരണത്തിന് വേണ്ടി ഏകദേശം 30ഓളം പുതിയ ഓഫീസുകൾ വിവിധ പഞ്ചായത്തുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 20 ഗവൺമെൻറ് ഹൈസ്കൂളുകൾ, ഗവൺമെൻറ് UP സ്കൂളുകൾ ഹൈസ്കൂളുകളാക്കി ഉയർത്താനും ഓരോ സ്കൂളിനും 58 ലക്ഷം രൂപ വീതം അനുവദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വലിയ ഒരു ഗോഡൗൺ, ഏകദേശം 5.5 കോടി രൂപ മുടക്കി ഒരു ഗോഡൗൺ അത് പണി തീർത്ത് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അറക്കുളത്ത്. ഏലത്തിൻ്റെ ലേലം, കാപ്പിയുടെ പഴയ ലേലം നൽകുന്നത് പോലെ ഏലത്തിൻ്റെ ലേലം നിർത്തിവെക്കാൻ സ്പൈസസ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ലേലത്തിനകത്ത് MP പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. അങ്ങേരുടെ പപ്പറ്റായി നിൽക്കുന്ന ഏതാനും ഏലം കൃഷിക്കാരെ വെച്ചുകൊണ്ടില്ലാത്ത പ്രശ്നമാണ് കട്ടപ്പനയിൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ ആദ്യ ഒരു ഘട്ടത്തിൽ ലേലമില്ലാതെ ഇല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി കൊണ്ടുവന്നു. അതെല്ലാം MPയുടേതായ റോളാണ്. അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളുണ്ട് ഇതിനകത്ത്. വൈദ്യുതീകരണം, വൈദ്യുതി എത്താത്ത ഗ്രാമീണ മേഖലയിൽ രാജീവ് ഗാന്ധി വൈദ്യുതീകരണ പദ്ധതി എന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അത് മുഴുവൻ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. എക്സ് സർവീസ്മാൻമാർക്ക് വേണ്ടി 2 ഹോസ്പിറ്റലുകൾ, കൊച്ചി മധുര ദേശീയപാതയിൽ 110 കോടി രൂപയിലധികം രൂപയുടെ വികസനം ഈ വർഷം എനിക്ക് 5 വർഷത്തിനിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി പാക്കേജിൽ ഒന്നും നടന്നില്ല എന്നൊരു കള്ളപ്രചരണം നടത്തുന്നുണ്ട്. ആ കള്ളപ്രചരണം ശുദ്ധ അസംബന്ധവും അടിസ്ഥാനരഹിതമാണ്. ഇടുക്കി പാക്കേജ് LDFന്റെ ഗവൺമെൻറ് നിന്നപ്പം നടത്താതിരിക്കാനുള്ള ഇടപെടലാണ് അതിൽ നടത്തിയത്. ഇടുക്കി പാക്കേജ് യഥാർത്ഥത്തിൽ LDF ഗവൺമെൻറ് കാലത്ത് ആണ് അത് തുടക്കം കുറിച്ചത്. എന്നാൽ LDF ഗവൺമെൻറ് ഏകദേശം 3 വർഷക്കാലം ആ പാക്കേജിൽ ആകെ 5 കോടി രൂപയെ താഴെ ചെലവഴിച്ചിരുന്നുള്ളൂ. ഏകദേശം 756 കോടി രൂപ ടോട്ടൽ മുതൽ മുടക്കുള്ള അല്ലെങ്കിൽ അടങ്കൽ പദ്ധതിയുള്ള ആ ഇടുക്കി പാക്കേജിൽ 240 കോടിയോളമാണ് റിലീസ് ചെയ്തത്. അതിൽ ഏകദേശം 150 കോടിക്കടുത്തിപ്പോൾ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും തികഞ്ഞൊരു പരാജയവും അങ്ങേരുടെ ഒരു നിലപാടുമാണ് അതിനകത്തുള്ളത്. റോഡിൻ്റെ, പിന്നെ കന്നുകാലികളെ കൊടുക്കുന്നതിന്, ആടിനെ വിതരണം ചെയ്യുന്നതിന്, പിന്നെ ഏലത്തിൻ്റെ രംഗത്ത് ഏലത്തോട്ടം, ഏലം കൃഷിക്കാർക്ക് നൽകുന്ന സഹായം, അതെല്ലാം അങ്ങേരെ അട്ടിമറിക്കപ്പെടുകയാണ്. കളക്ട്രേറ്റിലൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന ഇങ്ങേരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അത്ര മോശമാണ്. അതുകൊണ്ട് അവർ ഇളങ്ങ് പോയി കഴിയുമ്പോൾ പറയുന്നത് എന്നാന്നറിയോ, എന്നാൽ ഇളന്ന് നടത്തുന്നേ കാണാം എന്ന മട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയവർ ഇന്ന് ഒരേ മുന്നണിയിലാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതനേതാവിനെ കണ്ട ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥിയായി എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എന്നെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വോട്ടുള്ള മതനേതാക്കന്മാരെയും അതുമായി ബന്ധപ്പെട്ടവരെയും വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരെയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണും. ഞാൻ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കും. ഞാൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ ഇടതുമുന്നണിയുടെ നയങ്ങളും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ ഇടതുമുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കും. യാതൊരു സംശയ കാര്യത്തിലില്ല. എപ്പോഴെങ്കിലും മതത്തെ എൻ്റെ രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കേണ്ടി വന്നാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ നിലപാട്. തുടർച്ചയായി 2 തവണ ഇടുക്കിയിൽ ജയിച്ച ഫ്രാൻസിസ് ജോർജും PT തോമസും തമ്മിലായിരുന്നു 2009 പോരാട്ടം. അന്ന് നിയമസഭ തിരിച്ച് നമുക്കുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഇടുക്കി മണ്ഡലത്തിലുണ്ടായിരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വ്യക്തമായ മുന്നേറ്റം നടത്തിയാണ് PT തോമസ് വിജയിച്ചത്. മൂവാറ്റുപുഴ,
കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്. ഇതിൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും ബാക്കിയുള്ള 4ഇടത്തും UDF തന്നെയാണ് പിന്നീട് നിയമസഭയിലും വിജയിച്ചത്. ഇങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ PT തോമസ് അവിടെ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി അരുൺ സിംഗിലേക്ക് പോകുന്നു. അരുൺ സിംഗ്, PT തോമസിന്റെ പഴയ എതിരാളി ഇപ്പോൾ ചിത്രത്തിലില്ല, അതായത് എതിരാളിയായി ഇപ്പോൾ ഇല്ല. PT തോമസ് വീണ്ടും മത്സരിക്കുകയാണെന്ന് കരുതുകയാണെങ്കിൽ തന്നെ ആരായിരിക്കും എതിരാളി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? രാജീവ്, അക്കാര്യത്തിൽ ഇതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് കണക്കാക്കേണ്ടത് PT തോമസ് മത്സരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും അത്തരമൊരു സാഹചര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കുന്ന UDF-ൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം കോട്ടയത്തിന് പുറമെ രണ്ടാമതൊരു സീറ്റ് എന്ന നിലയിൽ ഇടുക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്നു, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രഥമ പരിഗണന PT തോമസിന് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ LDF-ൽ നിന്ന് ആരാവും PT തോമസിന് എതിരായിട്ട് വരുന്ന എന്ന കാര്യത്തിൽ LDF-ലും ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി മണ്ഡലം എന്ന് പറയുന്നത് ഒരു ബോണസ് സീറ്റാണ്. നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് LDF-ൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു. അവരിന്ന് മുന്നണി വിട്ട് UDF-ന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് LDF-ന് ബോണസ് സീറ്റാണ്. നിലവിൽ ഇത് CPM ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾക്ക് വിട്ടുകൊടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു വലിയ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും CPI ഈ ഒരു സീറ്റിന് ലക്ഷ്യമിടുന്നുണ്ട്. CPI ചെറിയ തോതിൽ ഈ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 സീറ്റുകൾ സംസ്ഥാനത്ത് വേണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരമോ വയനാടോ നഷ്ടപ്പെട്ടാൽ ഇടുക്കി വേണം എന്നൊരു ആവശ്യമാണ് CPI നിലനിൽക്കുന്നത്. വളരെയധികം നന്ദി അരുൺ സിംഗ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരുന്നില്ല. CPIക്ക് അവിടെ താല്പര്യമുണ്ട്. ഒരുപക്ഷെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വോട്ടുകൾ അടക്കമുള്ളതായിരിക്കും CPI ലക്ഷ്യം വെക്കുന്നത്. സഭയിലെ പ്രകടനം, മണ്ഡലത്തിന്റെ വികസനം, പാലിച്ച വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ PT തോമസിന് പറയാനുള്ളതും എതിരാളികൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതും കണ്ടുകഴിഞ്ഞു. ഒപ്പം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രവും. ഇനി പ്രേക്ഷകർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുകൂടി കാണാം. മികച്ച MP എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നയാളിനുള്ള വോട്ട് SMS-ലും ഓൺലൈനിലും രേഖപ്പെടുത്താം. SMS-ൽ വോട്ട് ചെയ്യേണ്ടത് ഓരോ MP-ക്കുമുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിലെ കോഡ് ഉപയോഗിച്ചാണ്. ലോക്സഭാ മണ്ഡലങ്ങളെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ക്രമത്തിലാക്കിയാണ് കോഡുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അവ ശ്രദ്ധിക്കുക. ശശി തരൂർ, തിരുവനന്തപുരം A സമ്പത്ത്, ആറ്റിങ്ങൽ B, N പീതാംബരക്കുറുപ്പ്, കൊല്ലം C, ആന്റോ ആന്റണി, പത്തനംതിട്ട D, കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കര E, KC വേണുഗോപാൽ, ആലപ്പുഴ F, ജോസ് കെ മാണി, കോട്ടയം G, PT തോമസ്, ഇടുക്കി H, KV തോമസ്, എറണാകുളം I, KP ധനപാലൻ, ചാലക്കുടി J, PC ചാക്കോ, തൃശൂർ K, PK ബിജു, ആലത്തൂർ L, MP രാജേഷ്, പാലക്കാട് M, ET മുഹമ്മദ് ബഷീർ, പൊന്നാനി N, E അഹമ്മദ്, മലപ്പുറം മണ്ഡലം O, MK രാഘവൻ, കോഴിക്കോട് P, MI ഷാനവാസ്, വയനാട് Q, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വടകര R, K സുധാകരൻ, കണ്ണൂർ S, P കരുണാകരൻ, കാസർഗോഡ് T. SMS വോട്ടിന് MP എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന MP-യുടെ കോഡ് ടൈപ്പ് ചെയ്യുക. SMS ചെയ്യേണ്ട നമ്പർ 56776. ഓൺലൈനിൽ വോട്ട് ചെയ്യാൻ manoramanews.com/MP സന്ദർശിക്കുക. 20-ൽ മാർക്കിടാൻ ആവശ്യപ്പെട്ടാൽ PT തോമസ് സ്വയം എത്ര മാർക്കിടും? MM മണി എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് 15 മാർക്കിൽ കൂടുതൽ എനിക്ക് ഇടാൻ കഴിയും. 20-ലോ ഞാൻ കൊടുക്കുകയാണെങ്കിൽ 2 മാർക്ക് കൊടുക്കും. അദ്ദേഹം യഥാർത്ഥത്തിലൊന്നും കൊണ്ടുവരാം. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ അയാളെ മാറ്റിക്കാൻ വേണ്ടിയാണോ? അടുത്ത എപ്പിസോഡിൽ മറ്റൊരു MP-യുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാം. നിശ്ചിത മാനദണ്ഡങ്ങളിൽ MP എങ്ങനെ തിളങ്ങിയെന്ന് അളക്കാം. 20-ൽ എത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം. പുതിയ ബജാജ് ഡിസ്കവർ